ഈ ലോകത്ത് എന്നെ സ്നേഹിക്കാൻ വേറെ ആരുമില്ല. ഇവൾ മാത്രമാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. പക്ഷേ ഇവളുടെ സ്നേഹം സത്യമാണോ? ഗൈസ്, അപ്പോൾ ഇന്നൊരു വെറൈറ്റി പരിപാടിയാണ്. അതായത് സാറയ്ക്ക് ഏത് ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നാലും എന്നെ എവിടുന്ന് കണ്ടാലും ഇവൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് നമ്മളൊന്ന് വേഷം മാറി ഒന്ന് വരാൻ പോവാണ്. എങ്ങനെയായിരിക്കും അവളുടെ റിയാക്ഷൻ നമുക്ക് നോക്കാം. അതെ, കേട്ടോ. ഇവിടെ പൊരിഞ്ഞ ഷൂട്ടിന്റെ ഇടയ്ക്ക് ഒരു മാമൻ കയറി വന്നു. പിന്നെ പണ്ട് സിനിമയിൽ ചാൻസ് രണ്ടിനാണെന്ന് കിട്ടാത്തതിന്റെ വിഷമം അങ്ങ് മൂക്കുമ്പോ ഇതുപോലെ ഒരുത്തൻ ആക്ഷൻ പറയുമ്പം ഞാൻ അതിന്റെ ഇടയിൽ കൂടെ കയറി അത് അങ്ങ് തീർക്കും. കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി. ഗൈസ്, ഇപ്പൊ ദൂരെ നിന്ന് കണ്ടിട്ട് ആൾക്കൊരു പിടുത്തവും ഇല്ല. നമ്മൾ എന്നെ കണ്ടോന്ന് പോലും എനിക്ക് ശരിക്കും അറിയത്തില്ല കേട്ടോ. ഡബിള് അവിടെയും കണ്ടു ഇവിടെയും കണ്ടു. ഗൈസ്, ഇപ്പൊ നാണക്കേടായി മാറി. ഇച്ചിരിയുടെ അടുത്തോട്ട് വന്നിട്ട് പോലും അവൾക്കൊരു മൈൻഡും ഇല്ല, മനസ്സിൽ പോലും ആകുന്നില്ല. ഇവനെ ഞാൻ എവിടോ കണ്ട പോലുണ്ടല്ലേ, നല്ല മുഖപരിചയം. ഇപ്പൊ മുടിഞ്ഞ ചൂട് വേർത്ത് പണ്ടാരമായി. അവൾക്ക് ഒരു മൈൻഡില്ല. ഇത്ര അടുത്ത് വന്നിട്ട് പോലും അവൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ലാസ്റ്റ് ട്രൈ ഇതോടെ ഞാൻ നിർത്തുവോ, പരിപാടി വിടുവാണ്. മനസ്സിലായോ? സാറ് സാറ് എടി അതേലല്ല എന്നെ നോക്കണ്ടേ. പയ്യായോ? നമ്മൾ ഏത് ഡ്രസ്സിൽ വന്നാൽ ഇവർക്ക് നമ്മളെ മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇവർക്ക് നമ്മളോടുള്ള സ്നേഹം അത്ര വലുതാണ്.